കിച്ചൂസ് കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറുവാപ്പരല് കൊണ്ടുള്ള ഒരു മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മീനിന്റെ തലയും വാലും പിന്നെ ചെതുമ്പലും ഒക്കെ സൈഡിലത്തെ ഇതൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തേച്ചെടുക്കാം. മീൻ കുറുവാപ്പരല് ഉപ്പുപൊടി ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. നല്ല പച്ച മീനാണ്. ഞാൻ 2 ഇടത്തരം മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് ചെത്തിയെടുക്കുന്നു. അധികം പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. നമ്മുടെ മീൻ കറിക്കുള്ള മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞ് പുളി കുറവുള്ള മാങ്ങ ആയതുകൊണ്ടാണ് 2 മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 6-7 കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 തുടം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 5-6 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കരിവേപ്പില, മുളക് പൊടി, ഇതൊക്കെ നമുക്ക് ഇടാൻ നേരം ആവശ്യത്തിന് ചേർക്കാം വെച്ചിട്ടുണ്ട്. കടുകുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പൊടിയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, പിന്നെ ചെറിയ തേങ്ങ ചിരണ്ടി നല്ലതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് അമ്മിക്കല്ലിൽ അരച്ചെടുത്തതാണ്. ഇപ്പം അതിന് സൗകര്യം ഇല്ലാത്തവർ മിക്സിക്കകത്ത് അരച്ചെടുത്താലും മതി. പിന്നെ കടുക് തളിക്കാൻ വേണ്ടി 2 വറ്റൽമുളകും, ഉള്ളിയും, ഇച്ചിരി കരിവേപ്പിലയും, പിന്നെ ആവശ്യത്തിന് വെള്ളം. നമുക്ക് ചട്ടിയൊന്ന് പാകാണോ നോക്കട്ടെ.
നമ്മുടെ കുഴപ്പമില്ല. നമ്മുടെ അടുപ്പിന് പാകത്തിനുള്ള അകലത്തിൽ തന്നെയാണ് കല്ലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇച്ചിരി വെള്ളമായി ഉണ്ട്, ഒന്ന് വറ്റിക്കോട്ടെ. എത്ര സാധനം വേണം? ഉണ്ടാക്കിയില്ല, ഉണ്ടായിക്കൊണ്ടിരിക്കുക. പോയിട്ട് വരണേ. ടീയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇച്ചിരി കുറച്ച് നല്ല രീതിയിൽ ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും കൂടി ലാസ്റ്റ് കടുക് വറക്കണ്ടോണ്ട് ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ടുള്ളൂ. കടുക് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇടാം. പച്ചമുളക് ഒരു പകുതി പച്ചമുളകും കൂടി ഇടുവാണ്. പകുതി ലാസ്റ്റ് ഇട്ടാൽ മതി. കറിവേപ്പിലയും കൂടി ഇടുവാണ്. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 കിലോ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ തവി കൊണ്ട് രണ്ട് സ്പൂൺ, പരന്ന തവിയാണ്, ചെറിയ തവിയാണ്, ഇതുകൊണ്ട് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത്. ഇത് ഞാൻ തന്നെ പൊടിപ്പിച്ച് വെച്ച മുളക് പൊടിയാണ്. ഇതിനകത്ത് പിരിയമുളക് പൊടി 1 കിലോയ്ക്ക് സാധാ മുളക് 1/2 കിലോ, ആ രീതിയിലാണ് പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഒരുപാട് എരിവ് ഇല്ലാതെ ഉപയോഗിക്കാനായിട്ട് ഇത് പറ്റും. അപ്പം മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരപ്പ് ചേർക്കാം. അരപ്പൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ സ്പൂൺ ഉലുവപ്പൊടി, ആവശ്യത്തിന് കല്ലുപ്പിട്ട് കൊടുക്കണം. അരപ്പ് മെല്ലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ.
ഒക്കെ ഇട്ടതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുക. തിളച്ച് വരുന്നുണ്ടെന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. അരപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കാനായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മീൻകറിയൊക്കെ അപ്പം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പുറമെ ഇടാനായിട്ടൊരു ലേശം കടുക് കൂടി ചേർക്കാം. ഞാൻ ഈ 2-3 ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുവാണേ. കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർ വീണ്ടും കടുക് പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു ഭംഗിക്കും ഇനി ഒരു ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർ പൊതുവെ അധികം എണ്ണ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇതിൻ്റെ കൂടി ഇടുവാണ്. മുളകൊക്കെ പാകത്തിന് മൂത്തു. നല്ല പാകത്തിന് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ മെല്ലെ വാങ്ങി വെക്കാം. എന്നിട്ട് ഇതിലോട്ട് കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. പരലി കറി റെഡിയായിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് എൻ്റെ ചേടത്തിയെ വിളിക്കുന്നുണ്ട്. കുഞ്ഞമ്മ ചേച്ചി നന്ദി. ചേച്ചി ഒരു ആശാ വർക്കറാണ്. കാവാലത്താണ് വീട്. ചേച്ചി നല്ല ഒന്നാം തരം മീൻകറിയുടെ ആളാണ്. അത്രയൊക്കെ വെക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ ചേച്ചിയെ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ചേച്ചിയുടെ കയ്യിൽ സൂപ്പറായിട്ട് ഒത്തിട്ടുണ്ട്. ഞാൻ വെക്കുന്നതിനൊക്കെ ഒക്കെ നല്ലതാ. അതൊക്കെ ചുമ്മാ. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയൊക്കെ ആവശ്യത്തിനുണ്ടോ? പുളി, ഉപ്പും എരിവും എല്ലാം ആവശ്യത്തിനുണ്ട്. താങ്ക് യു. നിങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക. എൻ്റെ കിച്ചുക്കുട്ടൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവനെ ഞാൻ വിളിക്കുന്നില്ല. പിന്നെ കൊടുത്തോളാം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.